ഏയ് ഹലോ. ഇന്നാണെങ്കിൽ കൊഴുവ പീര പറ്റിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലും ഇത് തന്നെ ആയിരിക്കും, കാരണം ഇതിന് റേറ്റ് കുറവാണ്. പിന്നെ വെട്ടാൻ കുറച്ച് മടിയുണ്ടെങ്കിലും ചെറിയ മീനായതുകൊണ്ട് ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ കൊഴുവ നമ്മൾ എടുത്തിട്ടുണ്ട്, തേങ്ങയുണ്ട്, ഇഞ്ചി, മുളക്, അതുപോലെ തന്നെ ചെറിയുള്ളി, കറിവേപ്പില. അപ്പം നമ്മുടെ നായിക ദേ ഇറങ്ങി വരുന്നു. അപ്പോൾ ആക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ അമ്മ അതെല്ലാം കൂടെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ, അതായത് പുളിയും മഞ്ഞൾപ്പൊടി, മുളക്, കുറച്ച് നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ എടുത്ത് കുറച്ച് വെള്ളം കൂടി ഇട്ട് മിക്സ് ചെയ്ത് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കുവാണേ. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വേവുകയും ചെയ്യും, പുളിയുടെ ആ ഒരു ഇത് ഇറങ്ങി വരും. അപ്പം ഞാനാണ് ഊതുന്നത് കേട്ടോ, എൻ്റെ കൈ കണ്ടാൽ അറിയാമല്ലോ. അങ്ങനെ ഞാൻ ഊതാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ ബാക്കി അരപ്പ് സാധനങ്ങളൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങയും നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ ആ മുളകും കൂടെ വെച്ച് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്ന്. അപ്പോൾ അത് ഒന്ന് ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ മീൻ ആദ്യമേ തന്നെ ഇടണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കൊഴുവ അമ്മ വാരി ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് എൻ്റെ കെട്ടിയവൻ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അങ്ങനെ അമ്മ അതെല്ലാം വാരിയിട്ട്, ഇത് ഏകദേശം ഒരു 1.5 കിലോ കാണും കേട്ടോ. നന്നായിട്ട് പാടുപെട്ട് വെട്ടാൻ ഞാനും അമ്മയും കൂടെ ആഞ്ഞു പിടിച്ചുകൊണ്ട് പെട്ടെന്ന് റെഡിയായി. അപ്പം നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നത്. അങ്ങനെ ദേണ്ട ഇതിനകത്ത് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുന്നതിന് ശേഷം ആണ് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അരപ്പെടുത്ത് മിക്സ് ചെയ്ത്, അമ്മയെ കുറേ ദിവസമായില്ലേ നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ഇതാവാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് ഇളക്കി അതിൻ്റെ കുറച്ച് പാത്രവും കൂടെ കഴുകി അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അരപ്പെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി ഇളക്കി എടുക്കണം കേട്ടോ. ഈ വെള്ളം വെച്ച ടൈമിൽ തന്നെ നമ്മൾ അത്യാവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇളക്കി അത് വേവാനായിട്ടുള്ള ടൈം നമ്മൾ കൊടുക്കുവാണേ. അങ്ങനെ ആ ടൈം കുറച്ച് അടച്ചിട്ടേ ഉള്ളൂ കേട്ടോ, ഫുൾ അടച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ചട്ടി മാറ്റി, കാരണം അതിലിളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അങ്ങനെ ചട്ടി മാറ്റി. അങ്ങനെ നമ്മുടെ വിലയേറിയ തേങ്ങ വെളിച്ചെണ്ണ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി എടുത്ത നേരം കൊണ്ട് തന്നെ ഏട്ടൻ പോയിട്ട് നമ്മുടെ മീൻകുട്ടനെയൊക്കെ വീഡിയോസിൽ എടുത്തുകൊണ്ട് വന്നു. അപ്പോഴത്തേക്ക് ഇതേണ്ട അമ്മ അതൊക്കെ ആയിട്ട് റെഡിയാക്കി കൊണ്ടുവന്നു. അപ്പം എന്നോട് പറഞ്ഞു ക്യാമറയിൽ നീ ടേസ്റ്റ് ചെയ്തിട്ട് സൂപ്പർ എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് കഴിച്ചു കേട്ടോ. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ടുണ്ട്.